ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മഹനീയം എന്ന കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും സ്വാഗതം. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനവും അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് ഇന്ന് ഹല്ലേലൂയ എൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. ഈ വചനം ഹല്ലേലൂയ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ തന്ന ഹല്ലേലൂയ ഒരാലോചന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ സമയം ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വചനത്താൽ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മളെ എന്തിൽ നിന്നാണ് അവൻ വീണ്ടെടുത്തിരിക്കുന്നത്? ഹല്ലേലൂയ. വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിൽ നിന്ന്, മിസ്രൈമ്യ ശക്തികളിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ തിരുരക്തത്താൽ കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ ഇരുട്ടിലൂടെ, അന്ധകാരത്തിലൂടെ, മരണനിഴലിലൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ ഈ താണഭൂമിയിലേക്ക് ഹല്ലേലൂയ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന് ഹല്ലേലൂയ മനുഷ്യ ജന്മമെടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നാം ഓരോരുത്തരെയും ഹല്ലേലൂയ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ ആദിമ പിതാക്കന്മാരായ ആദമും ഹവ്വയും ഹല്ലേലൂയ അനുസരണക്കേട് മൂലം ദൈവത്തിൽ നിന്ന് അകന്നു മാറിയപ്പോൾ അവരുടെ വീണ്ടെടുപ്പിനായിട്ട് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. 33.5 വർഷക്കാലം അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു, അത്ഭുതങ്ങളെ, അടയാളങ്ങളെ ചെയ്തു, താൻ ദൈവപുത്രനെന്ന് തെളിയിച്ചുകൊണ്ടെങ്കിലും ഹല്ലേലൂയ വിശ്വസിക്കാത്ത അനേകർക്ക് ആ രക്ഷ ലഭിക്കാതെ ഹല്ലേലൂയ നഷ്ടമായപ്പോൾ ജാതികളായിരുന്ന എന്നെയും നിന്നെയും ആ കർത്താവ് തൻ്റെ തിരുരക്തത്താൽ തൻ്റെ ശാപങ്ങളെ പോക്കി, തൻ്റെ പാപങ്ങളെ പോക്കി ഹല്ലേലൂയ അവൻ്റെ തിരുരക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നിഷ്കളങ്കരാക്കി ഹല്ലേലൂയ ശുദ്ധ മനസാക്ഷി തന്ന് കർത്താവിൻ്റെ മക്കളായി നമ്മളെ വീണ്ടെടുത്തു. അന്ധകാരത്തിൽ നിന്ന് അവൻ നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് ഹല്ലേലൂയ വിളിച്ച് വേർതിരിച്ചത് എന്തിനാണെന്നറിയാമോ? അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ, അടയാളങ്ങളെ നാം അനേകരുടെ മധ്യേ സാക്ഷ്യമാക്കണം. ഹല്ലേലൂയ. നമ്മളിലൂടെ നമ്മുടെ കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. അവനെ വിളിച്ച് വേർതിരിച്ച നാം ഓരോരുത്തരും എപ്പോഴും ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നാം എവിടെയാണെങ്കിലും എപ്പോഴും നാം ജീവിക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടിയാണ്. എല്ലായിടത്തും എല്ലായ്പ്പോഴും അവൻ്റെ സൗരഭ്യവാസനയായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേരുടെ ഹൃദയത്തിൽ ആത്മാവ് ആലോചന തരുന്നുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആകാൻ കഴിയാതെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, അവർ എന്തെങ്കിലും ഭയത്തിലകപ്പെട്ട് ആയിരിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പേർ ചൊല്ലി വിളിക്കുന്നതിന് മുമ്പേ നമ്മളെ പേർ ചൊല്ലി ഓമനിച്ച ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം നമ്മളെ വീണ്ടെടുത്തത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. നാം കർത്താവിന് വേണ്ടി ജീവിക്കണം. അവന് വേണ്ടിയാണ് ദൈവം നമ്മുടെ വ്യർത്ഥമായ പിതൃപാരമ്പര്യത്തിൽ നിന്ന് നമ്മുടെ പാപങ്ങളെ പോക്കി, നമ്മുടെ ശാപങ്ങളെ പോക്കി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. കാൽവരിയുടെ കുലത്തളത്തിൽ 3 ആണികളിന്മേൽ അവൻ തറക്കപ്പെട്ടത്, പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അവൻ്റെ പുറം ഉഴവ് ചാല് പോലെ കീറിയത് അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം നൽകുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ ചങ്കിനെ തകർത്ത് പാഞ്ഞൊഴുകിയ തിരുരക്തം ഞങ്ങളുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ
ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. ഹാലേലുയ. പാപത്തിലും ഹാലേലുയ, അന്ധകാരത്തിലും ഹാലേലുയ, വ്യർത്ഥമായ പാരമ്പര്യത്തിലും നശിച്ചു പോയിരുന്ന എന്നെയും നിന്നെയും ഹാലേലുയ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ആ കുഞ്ഞാട് കാൽവരിയിൽ അറുക്കപ്പെട്ടത്. ഹാലേലുയ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളത് സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടമാണ്. ഹാലേലുയ. ഇന്നെന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹാലേലുയ, മനുഷ്യൻ്റെ ആയുസ് ഹാലേലുയ 70 ഏറിയാൽ 80 സംവത്സരമെന്ന് വചനത്തിൽ എഴുതി വച്ചിരിക്കുമ്പോൾ അതിനപ്പുറമായിട്ട് നമ്മളുടെ ആത്മാവിന് ഹാലേലുയ ഒരു കാലമുണ്ട്. ഹാലേലുയ. അത് ഹാലേലുയ നമ്മൾക്ക് തന്ന ദൈവത്തിങ്കലേക്ക് ഹാലേലുയ തിരിച്ചേൽപ്പിക്കുമ്പോൾ അവനോടൊപ്പം ആ നിത്യതയിൽ ഹാലേലുയ നാം കൂടെ ഇരിക്കണമെന്നാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ വീണ്ടെടുക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ ഹാലേലുയ പാപങ്ങൾ, നിങ്ങളുടെ ശാപങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ ഹാലേലുയ എന്ത് തന്നെയാണെങ്കിലും, നിങ്ങൾ എവിടെയാണ് കുഴങ്ങിക്കിടക്കുന്നതെങ്കിലും ഹാലേലുയ എൻ്റെ കർത്താവിന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയും. ഹാലേലുയ. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ സകലത്തിനും മതിയായ ദൈവമാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹാലേലുയ. നിൻ്റെ ഹാലേലുയ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഹാലേലുയ ഹാബേലിൻ്റെ രക്തത്തെക്കാളും പുണ്യാഹമായ ഒരു രക്തം അവൻ നമുക്ക് വേണ്ടി കാൽവരിയുടെ കുലത്തളത്തിൽ ഒഴുക്കിക്കഴിഞ്ഞു. ഹാലേലുയ. ആ രക്തത്താൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. പാപത്തിൽ ഹാലിലെ കുഴഞ്ഞ് ഹാലിലെ നശിച്ചു പോകുവാനല്ല എൻ്റെ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹാലേലുയ. എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പാപം മൂലം നിങ്ങൾ ഹാലിലെ കുറ്റബോധത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന അവൻ്റെ രക്തത്താൽ പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എൻ്റെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ശത്രു നിന്നോട് പറയുന്നുണ്ടാവും, നിനക്കിനി രക്ഷയില്ല, നിനക്ക് ആരിലും ഹാലേലുയ ആശ്രയമില്ല, നിന്നെ രക്ഷിപ്പാൻ ആരും വരികയില്ല എന്ന്. ഹാലേലുയ. ആരെങ്കിലും ചിന്തിച്ച് കർത്താവിൽ നിന്ന് അകന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന, ഞാൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഹാലേലുയ. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹാലേലുയ. നാം ദൈവത്തിനുള്ളവരെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളുടെ വ്യർത്ഥമായ പാരമ്പര്യത്തെ വിട്ട് സകലത്തെയും സൃഷ്ടിച്ച സത്യദൈവത്തെ പിൻപറ്റുന്നവരാകുവാൻ ദൈവം നിങ്ങളെ ഒരുക്കേണ്ടതിന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഹാലേലുയ അപ്രകാരം ദൈവത്തിൽ നിന്ന് അകന്നു മാറിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വാസ്തവമായും നിങ്ങളോട് ഇടപെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ മടങ്ങി വരിക, നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. അവൻ നിങ്ങളെ വീണ്ടെടുപ്പിനായി ഹാലേലുയ കാത്തിരിക്കുന്നു. അവൻ്റെ രക്തത്താൽ നിങ്ങളെ ശുദ്ധീകരിപ്പാനായി എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അകന്നു മാറാതെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് മടങ്ങി വരിക. യേശുവിൻ്റെ ഹാലിലെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. ഹാലേലൂയ. എത്ര പേര് ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുമ്പാകെ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കും. ഹാലേലൂയ. കുറ്റബോധത്താൽ നശിച്ചു പോകുവാനല്ല, അവൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് അവൻ്റെ നാമത്തിനു വേണ്ടി ശോഭിക്കുവാൻ, അവൻ്റെ മഹത്വമായി മാറുവാൻ ഈ സന്ദേശത്തിലൂടെ അനേക പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.